ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. 26 വർഷത്തെ സ്തുദൈർഘ്യമായ സേവനത്തിന് ശേഷം ചെറുപുഴ അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന രത്നമ്മ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. വാർഡ് കൺവീനർ PR വിജയൻ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ദാമോദരൻ മാസ്റ്റർ, സൂപ്പർവൈസർ ഗീത, ഷൈനി MK, തോമസ് മാത്യു, ജോസ് മാസ്റ്റർ, ആശാവർക്കർ അജിത അനിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ഗീത P നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ രത്നമ്മ ടീച്ചർ മറുപടി പ്രസംഗവും നടത്തി. അംഗൻവാടി അധ്യാപികയായി 4 നൂറ്റാണ്ട് സേവനമനുസരിച്ച ശേഷമാണ് രത്നമ്മ ടീച്ചർ ഇവിടെ 2 കൊല്ലം ആയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റു പല അംഗൻവാടികളിലുമായിരുന്നു ടീച്ചറിൻ്റെ സർവീസിലാണ്. എത്ര അംഗൻവാടിയിലെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചത് ഇത് 2ാമത്തെ ആയിരിക്കും. 21 അംഗൻവാടിയിലാണ്. ഏതായാലും ചെറുപുഴ പഞ്ചായത്തിലെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ് 21 അംഗൻവാടിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെ 35 അംഗൻവാടി ഉണ്ട്. അപ്പോൾ ഇനി 14 അംഗൻവാടി കൂടെ ടീച്ചർ പോകാനായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും അധികം അംഗൻവാടികളിൽ ജോലി ചെയ്ത ആളുകളുണ്ടാവും. അംഗൻവാടി അധ്യാപിക എന്നുള്ള നിലയിൽ നടത്തിയ ചെറുപുഴ പഞ്ചായത്തിൽ നടത്തിയ സേവനത്തിന് രത്നമ്മ ടീച്ചർക്ക് ചെറുപുഴ പഞ്ചായത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ടീച്ചറുടെ ആരോഗ്യനില ഇടയ്ക്ക് കുറച്ച് മോശമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ ഭേദമായിരിക്കുകയാണ്. ഇനി മികച്ച ആരോഗ്യത്തോടെ ശേഷകാലം കഴിയാൻ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റിട്ടയർഡായി പോകുന്ന ടീച്ചർക്കുള്ള അനുമോദന യോഗമാണ് നമ്മളിന്നിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ടീച്ചറെ സംബന്ധിച്ച് ഒരേ വർഷമായി പണിയെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് സർക്കാരിൽ നിന്ന് എനിക്ക് രത്നമ്മ ടീച്ചർ ഈ സർവീസിൽ നിന്നും ഇവിടെ പറയുക. അതിനോടനുബന്ധിച്ചുള്ള യാത്രയോഗമാണ് ഇവിടെ വിദ്യാർത്ഥികളുള്ളത്. ഒരു ബാലവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യ പ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അതോടൊപ്പം കുരുന്ന് കുട്ടികളിൽ തുടർലോകം കാണിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ്. നമ്മുടെ നിലവിലെ സാമൂഹ്യ കുടുംബ വ്യവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ പണ്ട് കാലങ്ങളിൽ ഭിന്നമായി ആ കുട്ടികൾ അച്ഛനും അമ്മയും വീട്ടിലുള്ള ഏതാനും പേരെയും മാത്രം കണ്ടുകൊണ്ട് ലോകം കാണുന്നവരാണ്. അംഗനവാടി അധ്യാപികയെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ബാലട്ടൻ പറഞ്ഞു. വീണ്ടും ഞാനൊരു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല. അതിനുമുമ്പ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വളരെ മനോഹരമായി ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും അതൊക്കെ വളരെ മുന്നിലാണ്. കാരണം നിങ്ങളുടെ സേവനത്തെ മറക്കാനോ നിങ്ങളുടെ സേവനത്തെ ചെറുതായി കാണാനോ ആർക്കും കഴിയില്ല. വളരെ മികച്ച സേവനം കാഴ്ചവെച്ച അംഗനവാടി ടീച്ചർമാരിൽ ഒരാളായ രത്നമ്മ ടീച്ചർക്ക് വീട്ടിൽ കൂടി എല്ലാ സർവ്വമംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ യാത്രയെ സമ്മേളനത്തിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രിക് കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ
കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക 04-985-242-140. മൊബൈൽ 6238064141.